നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് പ്രയാസകരമായ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് PTA പ്രസിഡന്റ്. നേരത്തെ തന്നെ ഇങ്ങനെയൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നതായും PTA പ്രസിഡന്റ് മുഹമ്മദ് കോയ പറഞ്ഞു. തിരൂർ BP അങ്ങാടിയിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുഴുവീഴുന്ന ക്ലാസ് റൂമുകൾ അടച്ചിടാനും ഷിഫ്റ്റ് സമ്പ്രദായത്തിലൂടെ ക്ലാസ് റൂമുകൾ മുന്നോട്ട് കൊണ്ടുപോവാനും DD നിർദ്ദേശം നൽകിയതായും PTA പ്രസിഡന്റ് പറഞ്ഞു. ശക്തമായ മഴയിലും കാറ്റിലും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മലപ്പുറം ജില്ലയിൽ 38 വീടുകൾ ഭാഗികമായി തകർന്നു. ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ജൂലൈ 23 രാവിലെ 8 മണി വരെയുള്ള കണക്കാണിത്. തിരുനവായ സൗത്ത് പല്ലാറിലെ അഴകുറ്റിപ്പറമ്പിൽ കൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. തെങ്ങിന് തടം എടുത്തുകൊണ്ടിരിക്കെ സമീപത്തെ തെങ്ങ് ദേഹത്ത് വീണായിരുന്നു അപകടം. 2 തവണ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ. അടുത്ത മാസം പകുതിയോടെ കടകൾ പൂർണ്ണമായി അടച്ചിട്ട് സമരം ചെയ്യാനാണ് റേഷൻ കോർഡിനേഷൻ സമിതിയുടെ നീക്കം. സമരത്തിലേക്ക് പോയാൽ ഓണക്കാലത്ത് പൊതുവിതരണ രംഗം വലിയ പ്രതിസന്ധിയിലായേക്കും. സമരത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ താലൂക്ക് തലത്തിൽ സമിതി ചർച്ച തുടങ്ങി. GGHSS തിരൂരിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നിദാനമായ കാരണങ്ങൾ പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഉഴവൂർ വിജയനെ പോലെയുള്ള നേതാക്കളുടെ അഭാവം പാർട്ടിയെയും മുന്നണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ അഭിപ്രായപ്പെട്ടു. ഉഴവൂർ വിജയന്റെ 7ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് NCP താനൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ജൂലൈ 23 പുറത്തുവന്ന 17 സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. താനൂർ ഹാർബറിൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമത്തിനു വിരുദ്ധമായി ചെറുമത്സ്യങ്ങളെ പിടിച്ച മുസ്താഖ് ചെട്ടിപ്പടി, ഫലാഹ് താനൂർ വള്ളങ്ങൾ ഫിഷറീസ് വകുപ്പ്, കോസ്റ്റൽ പോലീസ് സംയുക്ത പട്രോളിംഗിൽ നിയമ നടപടി സ്വീകരിച്ചു. അപ്പോളോ എന്ന ബഹിരാകാശ പേടകത്തിലേറി ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കി ജൂലൈ 21 ചാന്ദ്രദിന ചന്ദ്രനെ പറ്റിയും ബഹിരാകാശ യാത്രകളെ പറ്റിയുമുള്ള അറിവുത്സവമാക്കി ശാസ്ത്ര ക്ലബ് അംഗങ്ങൾ. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിൽ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തങ്ങളുടെ ആവശ്യം ചെയർപേഴ്സൺ മുഖവിലക്കെടുത്തില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് സെക്രട്ടറിയുടെ ചേംബറിലെത്തി വിയോജനക്കുറിപ്പ് നൽകി. പറവണ്ണ GMUP സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കി. വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹിമാൻ നിർവഹിച്ചു. ചടങ്ങിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം MLA N. ഷംസുദ്ദീൻ നിർവഹിച്ചു. വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്ക് വിലപ്പെട്ടതാണെന്ന് മന്ത്രി V. അബ്ദുറഹിമാൻ പറഞ്ഞു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി പ്രകാരം 14 വിഭിന്ന ശേഷിക്കാർക്കും മുച്ചക്ര വാഹനങ്ങൾ കൈമാറുകയായിരുന്നു മന്ത്രി. സർക്കാർ പൊതുജന നന്മ ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പല നല്ല കാര്യങ്ങൾക്ക് സന്മനസ്സുള്ളവർ സർക്കാരിനെ സഹായിച്ചു വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരൂർ നഗരസഭയിലെ 26ാം വാർഡിൽ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം. മുത്തൂർ ചാണാട്ടുപറമ്പിൽ ഗംഗാധരൻ, സനീഷ്, സുശീൽ കുമാർ എന്നിവരുടെ വീടിന് മുകളിൽ കൂറ്റൻ മരങ്ങൾ വീണ് അപകടമുണ്ടായി. സുശീൽ കുമാറിന്റെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടിന്റെ മേൽക്കൂരയും തകർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.